നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. ചില റിലേഷൻഷിപ്പ് തകർന്നു പോയിട്ടുണ്ടാവും, ചില റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നില്ല. ഇതിനുള്ള കാരണങ്ങൾ ചില സമയത്ത് അതിന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്ന തേർഡ് പാർട്ടി കണക്ഷൻ, വ്യക്തിയുടെ ഫാമിലി, നിങ്ങളുടെ കൂട്ടുകാര്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ. ചില സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്ന് വെച്ചാല് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരേ മനസ്സോടെ ഒരേ ദിശയിലേക്ക് തുഴയുന്ന ഒരു വഞ്ചിയാണ് റിലേഷൻഷിപ്പ്. അതായിരിക്കണം റിലേഷൻഷിപ്പ്. ചില സമയത്ത് നമ്മൾ രണ്ടുപേരും ഒരേ വശത്താണ് ഇരിക്കുന്നതെങ്കിലും ഒരാൾ വിചാരിക്കുന്നതല്ല എനിക്ക് ഇങ്ങോട്ട് പോകണം, ഒരാൾ വിചാരിക്കുന്നത് ഇങ്ങോട്ട് പോകണം. അപ്പോ വഞ്ചി അവിടെ നിൽക്കും. കാരണം രണ്ടുപേർക്കും തീർച്ചയില്ല എങ്ങോട്ടാ പോകേണ്ടത്, എന്താണ് വേണ്ടത്. അപ്പൊ ചില സമയത്ത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മളുടെ ഉദ്ദേശങ്ങള് ചിലപ്പോ രണ്ടും രണ്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഞാൻ 3 കാർഡുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3. റെഡ് റോസ്, യെല്ലോ റോസ്, വൈറ്റ് റോസ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഇനി കൂടുതൽ എന്തെങ്കിലും റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസിഷൻ ഒന്നും എടുക്കരുത്. ഈ റീഡിംഗ് കണ്ടിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പിന്നെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടി വരും കേട്ടോ. ഈ റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ ഒരു ഡിസിഷനും എടുക്കുകയോ ചെയ്യരുത് പ്ലീസ് കേട്ടോ. അപ്പൊ എടുത്തോളൂ, കളർ സെലക്ട് ചെയ്തോളൂ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാർഡുകൾ മാറ്റുകയാണ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ്, പ്രശ്നങ്ങളുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങൾ അറിയേണ്ടത്? ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പൊ കുറച്ച് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള കാർഡുകൾ ഒന്ന് ചേഞ്ചിന്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓൾറെഡി ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ വരാൻ പോകുന്നത്. ഈ ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് വന്നിരിക്കും. അതാണ് ഈ ചേഞ്ചിന്റെ ഒരു പ്രത്യേകത. പിന്നെയുള്ളത് ഇമോഷണൽ കൺട്രോള്. നിങ്ങളുടെ ഇമോഷൻസിൽ കൺട്രോൾ വെക്കുക. വായി തോന്നുന്നത് വിളിച്ചു പറയരുത്. എന്തെങ്കിലും കേട്ടാൽ എടുത്തോ പിടിച്ചോ എന്നൊരു ആക്ഷൻ എടുക്കരുത്. ഇതൊക്കെയാണ് ഇമോഷൻസിൽ കൺട്രോൾ വെക്കാന്ന്. പിന്നെ പെട്ടെന്ന് കരയുക, സീൻ ഉണ്ടാക്കുക, ഇതൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോ ഇവിടെ ഒരു സാക്രിഫൈസിന്റെ ഒരു ഇതും കൂടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാല് നിങ്ങളിപ്പോ ഇരിക്കുന്നത് വളരെ ടോക്സിക് ആയ സിറ്റുവേഷൻ. അപ്പൊ നമ്മളൊരു ടോക്സിക് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, നമ്മളുടെ കൂടെയുള്ളവർക്ക്, നമ്മളുടെ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ ത്യജിക്കണം. നിങ്ങൾ ഈ വളരെ ടോക്സിക് ആയ സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, അത് നിങ്ങൾ ത്യജിക്കണം എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ് പറയുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിന് അനുഗ്രഹമുള്ള ആളുകളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിങ് നമ്മൾ പറയില്ലേ, അത് നടക്കേണ്ട കാലത്തെ നടക്കുകയുള്ളൂ. അതുപോലെ ആ ഒരു സമയം വന്നെത്തിയിട്ടുണ്ട്. നിങ്ങളോട് ഓം എന്ന യൂണിവേഴ്സ് മന്ത്രം ജപിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഈ ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എനർജിയും വ്യത്യാസം വരും. നെഗറ്റീവ് എനർജി എല്ലാം മാറും. നമ്മളുടെ ബ്രെയിനിൽ ഇത് വൈബ്രേഷൻ വരും. ഇതൊരു വൈബ്രേഷൻ ആണ്. ഓം എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സൗണ്ട് ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് പറയണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം, ഒരു പുതിയ ആള് വരിക, ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുക, പഴയ ആള് നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക, ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോ അതൊരു പാരയാവാൻ വഴിയുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു പണിയാവാൻ വഴിയുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോകലിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്, നമ്മൾ അവരെ മുമ്പോട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ
അവരുടെ ഇഷ്ടത്തിന് അവര് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കും. മനസ്സിലായോ? അങ്ങനെ പല ആളുകളും മറ്റേയാളെ ഇല്ലാതാക്കുന്ന കഥകൾ ആണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. അപ്പോ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ ജീവൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനപ്പുറത്തും ഇമ്പോർട്ടൻസ് ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോ അത് ഓർക്കുക. ഒന്നാമത്തെ കാർഡ് കളർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുള്ള ഈ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഇവിടെ 4 of Pentacles റിവേഴ്സ് ആണ് വരുന്നത്. 4 of Pentacles എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ മുറുക്ക പിടിക്കുന്ന, ഒട്ടും മറ്റേ ആളെ ശ്വസിക്കാൻ സമ്മതിക്കാത്ത, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, ഞാൻ പറയുന്നതാണ് ശരി, നീ എന്റെ ഭാര്യയാണ്, ഞാൻ പറയുന്നത് കേൾക്കണം, നീ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, ഞാൻ പറയുന്നത് കേൾക്കണം, നീ എന്റെ ഭർത്താവാണ്, ഞാൻ പറയുന്നത് കേൾക്കണം, ബോയ് ഫ്രണ്ട് ആണ്, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് ചാഠ്യം പിടിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാം സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാല് ചില സ്ത്രീകള് എന്താ പറയാ, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ് നന്നായിട്ട് ഡ്രസ് ചെയ്ത് പോകാൻ സമ്മതിക്കില്ല. കാരണം വേറെ പെൺകുട്ടികൾ അവരെ അടിച്ചു മാറ്റി കൊണ്ടുപോയല്ലോ. അതുപോലെ ചില പുരുഷന്മാർക്ക് ഭാര്യമാര് ഷോൾ ഇല്ലാതെ പുറത്തു പോകാൻ പാടില്ല, നല്ല ഡ്രസ് ഇട്ട് പുറത്തു പോകാൻ പാടില്ല, കൂടുതൽ മേക്കപ്പ് നല്ല ഭംഗിയായിട്ട് പുറത്തു പോകാൻ എല്ലാവർക്കും അല്ലാതെ ചിലർക്ക് പേടിയാണ് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ. കാരണം വേറെ ആരെങ്കിലും കണ്ണിൽ പെട്ടാലോ എന്നൊരു ടെൻഷൻ. പക്ഷെ അതിൽ കൂടെ കടന്നു പോകുന്ന ഈ സ്ത്രീയോ പുരുഷനോ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. ഇപ്പൊ ഇവിടെ അങ്ങനെ എന്തോ ഒരാള്, ഒന്നില്ലെങ്കിൽ വളരെ പിശുക്കനായ, പൈസ വളരെ ചുരുക്കി എന്താ പറയാ ചെലവാക്കുന്ന ഒരാള്. അപ്പോ അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോ നമുക്ക് പണി കിട്ടും. അവര് ചെലവാക്കുകയല്ല, നമ്മൾ ചെലവാക്കുന്നതിന് കുറ്റം പറയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങള്. പക്ഷെ ആ ഒരു കാർഡ്, പക്ഷെ അതിൽ നിന്നൊരു വ്യത്യാസം വരുന്നുണ്ട് എന്നൊരു കാര്യം അവിടെ വരും. കാരണം ആ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവത്തിനെ കുറിച്ച് ഈ വ്യക്തി ബോധവാനോ ബോധവതിയോ ആകുന്നുണ്ട് എന്നൊരു കാര്യമായിരിക്കാം ഇവിടെ വരുന്നത്, അല്ലെ? അതുകൊണ്ടാണല്ലോ ഈ കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഓം നമഃ ശിവായ. എർത്ത് സൈൻസ് എന്ന് പറഞ്ഞാല് ലൗകിക കാര്യങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് അവര്. എന്ന് വെച്ചാൽ പണം, ഭൂമി, സ്നേഹബന്ധവും വരും, ലവ് റിലേഷൻഷിപ്പ് അതെല്ലാം അതിനകത്ത് വരും. പിന്നെ എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ ലാവിഷ് ആയിട്ട് ജീവിക്കാം, അങ്ങനത്തെ ഒരു ചിന്ത ഇവരുടെ കയ്യിൽ. ചിലര് അതിന്റെ നെഗറ്റീവ് ആസ്പെക്ട് വരുമ്പോൾ ചിലര് വിചാരിക്കുന്നത്, ചിലര് പറയാറുണ്ട്, എനിക്ക് കുറെ പണം ആരെങ്കിലും ഫ്രീ ആയിട്ട് തന്നില്ല. അപ്പൊ പണിയെടുക്കാൻ മടിയുള്ള ആളുകളും ഇതിനകത്ത്. പണിയെടുത്തു കഴിഞ്ഞാൽ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുന്നവരുണ്ട്. പണിയെടുക്കാൻ ഒരു മടിയുമില്ല, പക്ഷെ ഇഷ്ടംപോലെ പണം കിട്ടണം. മനസ്സിലായോ? അവർക്ക് ഗുണമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല, അങ്ങനത്തെ ഒരു കാര്യം. അപ്പൊ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 4 of Pentaclesനെ ക്ലാരിഫൈ ചെയ്യുന്നത് എന്ത് കാർഡാണ്? ഹെർമിറ്റ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വെർഗോ സോഡിയാക്കിന്റെ നെഗറ്റീവ് സൈഡ് ആണത്. വെർഗോ സോഡിയാക്സിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ പണത്തിനോട് അമിതമായ ആഗ്രഹം ഉണ്ടാവും അവർക്ക്. വളരെ പിശുക്കുള്ള ആളുകളായിരിക്കും. ചിലര് ഭയങ്കരമായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഇവരെ കുറച്ച് അവരുടെ കാഴ്ചപ്പാട് മാത്രം, എന്നുവെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള വെർഗോ അല്ല, നെഗറ്റീവ് സൈഡ് വരുമ്പോ അവര് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരായിരിക്കും. മറ്റുള്ളവരെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് ആലോചിക്കുന്നവരായിരിക്കാം. അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്, ഹെർമിറ്റ് ആണ്. അതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ഒന്നും അവര് വിചാരിക്കുന്ന കാര്യത്തിലോ വ്യത്യാസം വരുത്താൻ അവർ ആഗ്രഹിക്കില്ല. ഇങ്ങനെ ഒരു കാര്യമുണ്ടോ, ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് ചിന്തിക്കൊന്നും വേണ്ട, ഇതാണ് കാര്യം, എനിക്കിതറിയാം എന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. പക്ഷെ പതുക്കെ ഈ വ്യക്തി സ്വന്തം സ്വഭാവം ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്ന പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. നമ്മളുടെ അടുത്ത ചോദ്യം, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ചില സമയത്ത് ചിലര് പറയും പുളിങ്കൊമ്പില് പിടിക്കണം എന്ന് പറയും.
ഈ പുളിങ്കൊമ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് പുറമേ നിന്ന് കാണുമ്പോൾ പുളിങ്കൊമ്പായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും റിലേഷൻഷിപ്പ് അടുത്ത് കഴിയുമ്പോൾ അത് അത്ര വലിയ നല്ല പുളിങ്കൊമ്പല്ല, അല്ലെങ്കിൽ ആ പുളിങ്കൊമ്പിൽ മുഴുവനും വിഷറാണ്, കടിക്കുന്ന ഉറുമ്പുകളാണ്, വേറെ പല ജീവികളും ഉണ്ട് എന്ന് അവരുടെ കൂടെ നമ്മൾ ഈ വ്യക്തിയെ ഷെയർ ചെയ്യേണ്ടി വരും എന്നൊരു ബോധം ചിലർക്ക് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു എന്താണാവോ മെസ്സേജ് എനിക്ക് വന്നത് ഇപ്പൊ അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു മെസ്സേജ് വന്നു. നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഭഗവാനെ, നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ചോദിച്ചപ്പോൾ 2 കാർഡുകളാണ് വന്നത്. എംപറർ റിവേഴ്സും. നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു നിങ്ങളെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട്, നിങ്ങളൊരു കോ ഡിപ്പെൻഡൻസി ഉള്ള ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് എപ്പോഴും വേണം, അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോ ഏത് തരത്തിലുള്ള സ്വഭാവമുള്ള ആളാണെങ്കിലും നിങ്ങൾ ആ വ്യക്തിയോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും പോലെ കുറെ കാര്യങ്ങളിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ലോങ് ടേം വേണം. ഞാൻ എന്തും അടിയറ വെക്കാം, ഞാൻ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം, പക്ഷെ എനിക്ക് റിലേഷൻഷിപ്പ് ലോങ് ടേം ആയിരിക്കണം. എനിക്ക് എന്താണെന്നറിയോ, നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നമ്മൾ ഓക്കെ ഇത് എന്നേക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഭർത്താവ് എപ്പോഴും ഉണ്ടാവും, ഭാര്യ എപ്പോഴും ഉണ്ടാവും. ഇടയ്ക്ക് വെച്ചിട്ട് ആ വ്യക്തി ഇറങ്ങിപ്പോയി ഡിവോഴ്സിലേക്ക് വരുമ്പോൾ പിന്നെയും നമ്മൾ ഇതിന്റെ പുറകെ നടക്കണ്ടേ? അതൊരു കഷ്ടപ്പാടുള്ള പണിയാണ് ശരിക്കും പറഞ്ഞാല്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും പണ്ട് റിലേഷൻഷിപ്പിൽ നിൽക്കാനും, അല്ലെങ്കിൽ തലവേദന ഡിവോഴ്സ് ചെയ്യുക, അവർക്ക് വേണ്ട പൈസ കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക. റിലേഷൻഷിപ്പിൽ അല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ നോക്കണം, നമ്മൾ ചെലവിന് കൊടുക്കണം, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. പക്ഷെ ഇപ്പൊ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നില്ല. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഡിവോഴ്സിലേക്കാണ് പോകുന്നത്. ഒന്ന് പറഞ്ഞ് കറിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അങ്ങനെ വളരെ ഈസിയാണ് ഇപ്പൊ ഡിവോഴ്സ്. റിലേഷൻഷിപ്പ് ഇല്ലാതാക്കുക എന്നാൽ വളരെ ഈസിയാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ലോങ് ടേം, എന്റെ ഭർത്താവാണെങ്കിൽ എന്റെ ജീവിതാവസാനം വരെ വേണം, ഭാര്യയാണെങ്കിൽ ജീവിതാവസാനം വരെ വേണം. എനിക്ക് ഇടയ്ക്ക് ഇതിന്റെ പുറകെ നടക്കാനും വഴക്കടിക്കാനും റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് ഉപദ്രവിച്ചാലും, നിങ്ങളുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നില്ലെങ്കിലും, നിങ്ങളെ നാണം കെടുത്തിയാലും നിങ്ങൾ ഇവിടെ നിൽക്കും. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി വേണം. ഇനി വേറെ ആരെങ്കിലും വന്നില്ലെങ്കിലോ എന്നൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗും കൂടി ഇതിന്റെ പുറകെ വരും. അതുകൊണ്ട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം ഇതാണ്. എത്ര കൺട്രോൾ ചെയ്താലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഇതൊക്കെ റിലേഷൻഷിപ്പിൽ പറഞ്ഞതാണെന്നുള്ള ഒരു ചിന്ത ഒരു പരിധിവരെ നല്ലതാണ്. ഇത് ഏറീസും ഇത് ടോറസ് വെർഗോ ക്യാപ്രിക്കോണുമാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അവർക്കും ഉണ്ടാവുമല്ലോ എക്സ്പെക്ടേഷൻ. നമുക്ക് നോക്കാം അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്നത് പേഴ്സണൽ ഗോള്, ഈ വ്യക്തിയുടെ ആഗ്രഹം അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് ആരും തടസ്സം വെക്കാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവര് എന്താ പറയാ, ഭയങ്കര ഐഡിയൽ ഉള്ള ആളുകളാണ്, ഞങ്ങൾ ഭയങ്കര ആദർശ ധീരരാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് ഇവര് പറയാൻ പാടില്ല അങ്ങനെ, എന്നാലും പറയാണ്. ചിലപ്പോ വളരെ ഒട്ടും കഴിവില്ലാത്ത വീടുകളിൽ നിന്ന് വിവാഹം കഴിക്കും. കാരണം ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുമല്ലോ. പക്ഷെ ആൾക്കാർ പുറത്ത് ഇവര് കാണിക്കുന്നതും അങ്ങനെയാണ്, ഞങ്ങൾ ഭയങ്കര ആദർശ ധീരരാണ്, അതുകൊണ്ട് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരാളെ വിവാഹം കഴിച്ചു. പക്ഷെ ഉള്ളില് അവർക്ക് കൺട്രോൾ വേണം. ഇങ്ങനെ ഒരാളാകുമ്പോൾ ആരും ചോദിക്കാനും പറയാനുമില്ല. വീട്ടുകാരിപ്പോ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ വീട്ടുകാർ വന്നിട്ട് അയ്യോ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കില്ല. മനസ്സിലായി? ദത്ത് നിൽക്കുക ആണുങ്ങള്. അപ്പൊ അങ്ങനെയുള്ള പരിപാടി, അങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി. ഈ വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ എന്റെ ജീവിതത്തിൽ കൈകടത്താൻ പാടില്ല, എന്റെ ഇഷ്ടങ്ങൾക്ക് കാര്യങ്ങൾ നടക്കണം, ഇതിനകത്ത് ഒരിക്കലും മറ്റേയാളെ ഇടക്ക് കയറാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു എനർജിയാണ് എനിക്ക് വേണ്ടത്. അതാണ് ഈ വിവാഹത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയെ ആഗ്രഹിച്ചത്. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത്? നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ്, കാരണം നമ്മളുടെ സ്വഭാവമാണ് നമ്മൾ ഈ കൊണ്ടു ചെല്ലുന്നത്. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള സ്വഭാവത്തിൽ ക്ലാഷ് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുചെന്നത്? ഇവിടെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ഡയറക്ഷൻ ഇല്ല നിങ്ങൾക്ക്, എനിക്കൊരു വഴികാട്ടി. അപ്പൊ പണ്ട് നമ്മളുടെ അപ്പനപ്പന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഓ അവളെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടൊന്നും കണ്ണടച്ചാ മതി. മനസ്സിലായോ? അപ്പോ പണ്ട് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ലോങ് ടൈമാണ്, മരണം വരെ. അതിന് വേറൊരു കാര്യമില്ല. അപ്പൊ ഇവിടെ നിങ്ങളും അത് തന്നെയാണ് വിചാരിച്ചത്. എനിക്കൊരു ഡയറക്ഷൻ, എനിക്ക് എന്ത് ചെയ്യണം എന്ന് എത്തും പിടിയില്ല, ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്,
എന്റെ അച്ഛനും അമ്മയാണ് ഇത്രയും നാൾ എന്നെ വളർത്തിയത്, അവരാണ് എന്റെ എല്ലാ കാര്യം. ഇനി ഞാൻ എന്റെ റിലേഷൻഷിപ്പിലേക്ക് വന്ന ആൾ എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ഒരു മെന്റാലിറ്റി. ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തരുടെ മനസ്സിന്റെ ഒരു ഇതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ചിലരുടെ സ്വഭാവം, അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഇതാണ് വിചാരിക്കുന്നത്. നിങ്ങൾ കുറച്ച് സ്പിരിച്വലും കൂടിയാണ്. അപ്പൊ ഭർത്താവിനെ ഇങ്ങനെ നോക്കണം, ഭാര്യയെ ഇങ്ങനെ നോക്കണം എന്നൊക്കെയുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരെ ഇങ്ങനെ നോക്കണം, ഭാര്യയുടെ വീട്ടുകാരെ ഇങ്ങനെ നോക്കണം എന്നൊക്കെ ഒരു മനസ്സുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാവുമ്പോ എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. അപ്പൊ ഇത്രയും നാളും അച്ഛനമ്മയും നോക്കി, ഇനി ആരാണ് വിവാഹം കഴിച്ചാൽ ആ വ്യക്തി റിലേഷൻഷിപ്പിൽ നിന്ന് ആ വ്യക്തി നോക്കിക്കോളും. സ്ത്രീയായാലും പുരുഷനായാലും. ഇത്രയും നാളും അമ്മയാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത്, അപ്പൊ ഇനി ഭാര്യ ചെയ്തോളും. ഇത്രയും നാളും അച്ഛനാണ് എന്റെ കാര്യങ്ങൾ നോക്കിയത്, ഇനി ഭർത്താവ് നോക്കും. അങ്ങനത്തെ ഒരു ചിന്ത. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ആണ് നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുചെല്ലുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഓൾറെഡി എന്ത് വന്നാലും ഞാൻ സഹിക്കും എന്ന ഒരു മൈൻഡുമായിട്ട് ഇതിനകത്ത് കയറിയത്. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ കൂടുതലും ഫയർ സൈൻ ഇതാണ് കാണിക്കുന്നത്. ഈ വ്യക്തി എന്ത് എക്സ്പെക്ടേഷൻ ആണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത്? ഈ വ്യക്തി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് എന്ന ഒരു എനർജിയാണ് ഇതിലേക്ക് ഈ വ്യക്തി ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഒറ്റയ്ക്കുള്ള ചിന്തകൾ, ഒറ്റയ്ക്ക് സിനിമയ്ക്കൊക്കെ പോവാം. ഇവർക്ക് ഒറ്റയ്ക്ക് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഇവർ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ളവരാണ്. അങ്ങനത്തെ ഒരാളെന്ന് വെച്ചാല് കുക്ക് ചെയ്യാൻ അങ്ങനെയല്ല, വേണ്ടി വന്നാൽ അവർ ചെയ്യും. ഒറ്റയ്ക്ക് നിൽക്കാൻ വളരെയധികം കപ്പാസിറ്റി ഉള്ള ഒരാള്. പക്ഷേ ജീവിതത്തിൽ ഒരാള് വേണമെന്ന ചിന്തയിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ വ്യക്തി കൊണ്ടുവരുന്നത്. പക്ഷേ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന് ചിലപ്പോ നിങ്ങൾ തമ്മിലുള്ള വിവാഹം വീട്ടുകാരെ ഉറപ്പിച്ചു എന്തെങ്കിലും ആയിരിക്കും. ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഈ വ്യക്തി റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നു. എന്റെ എക്സ്പെക്ടേഷൻ വേറെയൊക്കെ ആയിരുന്നു, പിന്നെ ഇത് മതി എന്നൊരു തീരുമാനം ഞാൻ എടുത്തു എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ആദർശത്തിന്റെ കാര്യം. അവരുടെ മനസ്സിൽ വേറെ ആയിരുന്നില്ലെങ്കിലും അവരുടെ ആദർശം നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അവര് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നു എന്നൊരു മെന്റാലിറ്റിയാണെന്ന് വെച്ചാല്, ഞാനിപ്പോ അത്ര വലിയ എന്താ പറയാ ഹാപ്പി ഒന്നുമല്ല, അധികം എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, എന്നാലും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു എനർജിയാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങാണ്ടിരിക്കും. നിങ്ങൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാലും ഈ വ്യക്തി നിങ്ങളിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മുഴുവനും ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഒരു ഗുണവും നിങ്ങൾക്ക് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ കഷ്ടം. അപ്പൊ ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ് കാണിക്കുന്നത്. ഇതിനകത്ത് പുറത്തു നിന്നുള്ള ശക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമാക്കുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. അത് ചോദിച്ചപ്പോ ഒരു 2 കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തി സ്വന്തം കാര്യം സ്വയം തീരുമാനിക്കുന്നതാണ്. ഈ വ്യക്തി പുറത്തുനിന്ന ആളുകളെ ഒന്നും ഇതിനകത്ത് റിലേഷൻഷിപ്പിലേക്ക് കാര്യത്തിൽ അവർക്ക് അഡ്വൈസ് ചെയ്യാനും പറ്റില്ല, അവർക്ക് ഇതിനകത്ത് ഇടപെടാനും പറ്റില്ല. നിങ്ങളുടെ വീട്ടുകാർക്കോ ഈ വ്യക്തിയുടെ വീട്ടുകാർക്കോ ഇതിനകത്ത് ഒരു അഭിപ്രായമില്ല. ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട്, അതൊരു വെർഗോ സോഡിയാക് സൈൻ ആണ് ആ വ്യക്തി എന്ന് ഓർക്കണം. എൻ്റെ ഒരു ഫ്രണ്ടും ഈ വെർഗോ, അപ്പൊ അവളെക്കാളും ചെറുപ്പമായ ഒരു ആളായിട്ടായിരുന്നു അവൾക്ക് ബന്ധം. ആ സമയത്ത് ഇവളുടെ അമ്മയ്ക്ക് ഈ ആളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇയാള് സമ്മതിച്ചില്ല, ഇയാൾ വന്നില്ല. ഇയാള് പറഞ്ഞു ബന്ധം നമ്മൾ തമ്മിലാണ്, പിന്നെ എന്തിനാ നിന്റെ അമ്മ, എന്റെ വീട്ടുകാരോ നിന്റെ അമ്മയോ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ലെന്നാലും തുറന്നു പറഞ്ഞു. റിലേഷൻഷിപ്പ് പോയി, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ സ്വയം വളരെ സ്വാർത്ഥതയുള്ള, മനസ്സിലായോ, ആരെയും അവരുടെ ഫാമിലി ഇതിലേക്ക് കൈ കടത്താൻ സമ്മതിക്കാത്ത ഒരാൾ, വളരെ സ്റ്റിഫായ ഒരാളാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇവിടെ 6 of Pentacles റിവേഴ്സ് വന്നിട്ടുണ്ട്, സ്റ്റാർ കാർഡും റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റി വളരെ, ഈ വ്യക്തിയുടെ സ്വഭാവം മാറില്ല. ഈ വ്യക്തി ഇങ്ങനെ തന്നെ ആയിരിക്കും ജീവിതകാലം മുഴുവൻ. അപ്പോ ഇപ്പോഴും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആയിരിക്കാം. മനസ്സിലായോ? കാരണം നിങ്ങൾ ഡിപ്പെൻഡഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. കാരണം ഈ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പ് ഒരു വിധത്തിൽ തട്ടി തടഞ്ഞ് മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇറങ്ങി പോകാനുള്ള ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഈ തകർന്നു എന്ന് ഞാൻ പറയില്ല. ഇത് എന്നാലും ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ്. അപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ ഒരു ഗുണത്തിനില്ലാത്ത പോലെ. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ആദ്യത്തെ റോസ് എടുത്തവരുടെ റീഡിംഗ് ഇതാണ്. ഇത് എക്വേറിയസ് ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ.
അപ്പൊ ഒന്നാമത്തെ റീഡിംഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ തേർഡ് പാർട്ടി കണക്ഷൻ ഒന്നുമില്ല ഇവിടെ. വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അവരോടും ഇങ്ങനെയൊക്കെ തന്നെ ഈ വ്യക്തി പെരുമാറുകയുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് വരുന്നില്ല കേട്ടോ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാർഡിന്റെ ഒന്നാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്, ഓവറോൾ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ. ഇവിടെയും എംപ്രസ് റിവേഴ്സ് ആണ് വന്നത്. വളരെയധികം, അപ്പൊ നിങ്ങളുടെ എനർജി ആണോ അതോ എംപ്രസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷവും സമാധാനവും ഒരു യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്ന, ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്ന, വളരെയധികം കെയർ ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. നല്ല തരത്തിൽ പോയിരുന്ന, ഇഷ്ടംപോലെ ഭൂസ്വത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത്. പിന്നെന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ടോറസ് ലിബ്രയാണത്. എന്തുകൊണ്ടാണ് ഈ എനർജി റിവേഴ്സ് വന്ന് ഇപ്പൊ എന്താണ് പറ്റിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്? ഇത് കുറച്ച് പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. ഓൾറൈറ്റ്, സ്ട്രെങ്ത് കാർഡും ടെമ്പറൻസും ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ എക്സസീവ് ആയിട്ടുള്ള ചിലര് മുടിഞ്ഞു പോവുക എന്ന് പറയില്ലേ, കാരണം ഇഷ്ടംപോലെ പണമുണ്ട് പക്ഷെ വരുമാനം വരാതെ ഈ ചെലവ് മാത്രം ആവുമ്പോ എല്ലാം നശിച്ചു പോകും. പിന്നെ സ്ഥലങ്ങള് വിറ്റ് ഭക്ഷണം കഴിക്കാൻ ജീവിക്കാൻ തുടങ്ങും. പിന്നെ സ്വർണം ഉണ്ടെങ്കിൽ അത് വിറ്റ് ജീവിക്കാൻ തുടങ്ങും. അപ്പൊ ഒരു കാലത്ത് വളരെ പണം ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ പാപ്പരായിരിക്കുന്ന ഒരവസ്ഥ, അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഭയങ്കര പ്രൗഢിയുള്ള ഫാമിലിയാണ്. പേരും പെരുമയും ഉണ്ട്, കയ്യിൽ ഒന്നുമില്ല. അതെല്ലാം എന്താ പറയാ, മുടിഞ്ഞു പോയി എന്ന് പറയില്ലേ, പാപ്പരായി പോയി, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ അതിപ്പോഴും നിങ്ങൾ കാണിക്കുന്നില്ല. അപ്പൊ ആൾക്കാരുടെ മുമ്പിൽ ഇപ്പോഴും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പ്രൗഢിയുള്ള ആളുകളായിട്ടാണ് കാണിക്കുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണ്. അപ്പൊ ഇത് ലിയോയും ഇത് ടെമ്പറൻസ് ഒരു ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്താ പറയാ, ആലോചിച്ച് ചെലവാക്കിയില്ല, ഇത് അത്യാവശ്യമുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കാതെ എല്ലാവരെയും. അപ്പൊ ആ സമയത്ത് ഫ്രണ്ട്സ് കൂടുതൽ ഉണ്ടാവും, കാരണം നിങ്ങളാണല്ലോ ചെലവ് ചെയ്യുന്നത്. അവർക്ക് വെറുതെ ഇരുന്ന് വന്ന് ചിരിക്കുക, വെള്ളം അടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവുക, ഇത്രയല്ലേ അവർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോ അവര് ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ ജനസമ്മതി ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങൾ. പക്ഷെ ഇപ്പോ അതൊന്നുമില്ല. എന്നാലും ആ പ്രൗഢി നിങ്ങൾ കൈവിട്ടിട്ടില്ല. സാജിറ്റേറിയസ്, ലിയോ, പിന്നെ ടോറസ്, ലിബ്ര, ഇത്രയും സോഡിയക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത്? അപ്പൊ ഈ റിലേഷൻഷിപ്പിന് വന്നതിന് ശേഷമാണ്, ഇതൊരു വിവാഹം ആയിരിക്കാനാണ് ചാൻസ്. വിവാഹം കഴിച്ചതിന് ശേഷമാണോ ഇങ്ങനെ ഒരു പ്രശ്നം? അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്തത്? ഇതൊരു വിവാഹത്തിന് ശേഷമുള്ള പ്രശ്നങ്ങളാവാനാണ് ചാൻസ്. ഒരാള് ജോലി എടുക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ വരുമാനം വരില്ല, അല്ലെ? അപ്പൊ ഒരാളുടെ വരുമാനം കൊണ്ട് നടക്കില്ല. അപ്പൊ ഉള്ളത് മുഴുവൻ വിറ്റ് നശിപ്പിച്ച ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഒരു രാജകീയമായ ഒരു ജീവിതമാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ജീവിച്ച് ശീലിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ജീവിതം ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ജോലിക്ക് വിടാൻ സമ്മതിക്കും എന്ന ഒരു ഇതിലൊക്കെ വിവാഹം കഴിക്കും ചിലര്. അത് കാരണം അത്രയും പൈസ മുടക്കി നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിയുമ്പോൾ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ പാടില്ല, നീ ജോലി എടുക്കാൻ പാടില്ല, ഞാൻ ജോലി എടുക്കുന്നുണ്ട്. ഒരു കണക്കിന് നല്ലതാണ്, പക്ഷെ ചില സമയത്ത് അത് പണിയാവും. അപ്പൊ കാരണം മറ്റേ ആൾക്ക് അത്രയും പൈസ ഇല്ല, നമ്മള് ആർഭാട ജീവിതം ജീവിച്ച ആളാണെങ്കിൽ നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. നിങ്ങൾ ഭയങ്കര ഡിറ്റർമിൻഡ് ആണ്, നിങ്ങൾക്ക് ജോലി എടുക്കണമെന്നൊരു വാശിയുള്ള ഒരാളാണ്. അപ്പൊ ഈ ഒരു എക്സ്പെക്ടേഷനിലാണ് എനിക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ സ്വയം പര്യാപ്തയാവണം, അല്ലെങ്കിൽ പര്യാപ്തനാവണം എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് പോയത്. കാരണം നിങ്ങളെ അങ്ങനെയാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഈ വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോ? വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? വ്യക്തി ഹെർമിറ്റ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി ചിലപ്പോ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ഒരാളായിരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കും, എന്നാലും
ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. കാരണം സോഷ്യലി മിങ്കിൾ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളായിരിക്കാം ഇത്. അപ്പോ ചിലര് പറയുമല്ലോ, പണ്ടത്തെ വിശ്വാസം എന്ന് വെച്ചാൽ ഒരു പെണ്ണ് കെട്ടിയാല് ഇവന്റെ എല്ലാ പ്രശ്നവും മാറും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ചിലപ്പോ ഒരു കല്യാണം കഴിച്ച ഇവളുടെ ഈ കുട്ടിത്വമൊക്കെ മാറും എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കുന്ന പണ്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരാളാണോ ഇത്? ഈ വ്യക്തിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇതിനകത്ത് ഇൻവോൾവേ അല്ല ഈ വ്യക്തി. ചിലപ്പോ ഈ വ്യക്തിക്ക് ഇഷ്ടംപോലെ പൈസ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ആളുകള് ഈ വ്യക്തിയെ കൊണ്ട് നിങ്ങളുടെ വിവാഹം നടത്തിയതായിരിക്കാം. മകളോ അല്ലെങ്കിൽ മകനോ നല്ല തരത്തിൽ ജീവിക്കുമല്ലോ, ഇഷ്ടംപോലെ സ്വത്തുള്ള ഫാമിലി ആണല്ലോ. പക്ഷെ ഒരു കഴിവും ഇല്ലാത്ത ഒരാളെ പോലെയാണ് ഈ വ്യക്തി കാണിക്കുന്നത്. ഒരു വഴി തെറ്റിയ ഒരാളെന്ന് വെച്ചാല് മുമ്പോട്ടുള്ള വഴി അറിയില്ല. അപ്പൊ ചിലപ്പോ ജനിച്ചപ്പോഴുള്ള ഒരു വൈകല്യമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഒരാളായിരിക്കാം ഇത്. അപ്പൊ നിങ്ങള് ചിലപ്പോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കാം ഈ സിറ്റുവേഷനിലേക്ക് പോയത്. അതുപോലെ ഈ വ്യക്തി ഇങ്ങനെ ഒരാളായത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകും എന്ന് നിങ്ങളുടെ വീട്ടുകാരെ വിശ്വസിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഇതിനകത്ത് വന്ന് കയറിയത്. എന്തായാലും ഇതൊരു വെർഗോ ഹെർമിറ്റ് സോഡിയക് സൈൻ ഹെർമിറ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ ഈ ബന്ധത്തിലേക്ക് എന്താണ് കൊണ്ടുചെന്നത്? കൺഫ്യൂഷൻ. നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ വിവാഹം കഴിച്ചിരുന്നത്? ഇപ്പൊ നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച ആളായിരിക്കും. റിലേഷൻഷിപ്പിൽ വളരെ ചെറുപ്പത്തിൽ, വളരെ അപക്വമായ ഒരു പ്രായത്തില് ആയിരിക്കാം ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോ ഇവിടെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഇപ്പൊ എന്താണ് പരിപാടി, എന്നിൽ നിന്ന് ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒന്നും നടക്കില്ല. അപ്പൊ അത് നിങ്ങൾക്കറിയാം. ചിലപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരാളായത് കൊണ്ട് എന്റെ എക്സ്പെക്ടേഷൻസ് എല്ലാം നടക്കുമെന്ന്. അപ്പൊ നിങ്ങൾ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇതിനകത്തേക്ക് കയറുമ്പോ. വരുന്നിടത്ത് വെച്ച് കാണാമെന്നതിലായിരിക്കാം, പിന്നെ വീട്ടുകാർ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളും വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ഇതിനകത്തേക്ക് കയറിയത്. കൺഫ്യൂസ്ഡ് ആയിരുന്നു മൊത്തം. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് കൊണ്ടുവന്നത്? ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് കൊണ്ടുവന്നത്? ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് നിങ്ങള് പറയുന്നതനുസരിച്ച് ജീവിക്കാനാണ് ഈ വ്യക്തി വിചാരിച്ചിരുന്നത്. കാരണം ചിലപ്പോ ഈ വ്യക്തി ഫാമിലിയിൽ നിന്ന് ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രശ്നം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ ആ വ്യക്തിക്ക് അധികം വില കൊടുക്കില്ല. പിന്നെ ഈ വ്യക്തി പ്രായമായപ്പോ കല്യാണം നടത്തി കൊടുത്തതായിരിക്കാം. അപ്പൊ ഈ വ്യക്തിയിൽ നിന്ന് വീട്ടുകാർക്കും എക്സ്പെക്ടേഷൻ ഇല്ല. ഈ വ്യക്തി പക്ഷേ നിങ്ങളെ നല്ലൊരു സപ്പോർട്ട് ആയിട്ടാണ് കണ്ടത്. നിങ്ങൾ ഒരിക്കലും ചിലപ്പോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാം, ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ വ്യക്തി നിങ്ങളിൽ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിരുന്നു. കാരണം നമ്മൾക്ക് തോന്നും ഒരു കളിപ്പാട്ടം കിട്ടിയ പോലെ വ്യക്തിക്ക്, പക്ഷെ അത്ര എക്സ്ട്രീം അല്ല ഈ വ്യക്തി. ഈ വ്യക്തിക്ക് ബോധമൊക്കെ ഉണ്ട്, പക്ഷെ ചെറിയ തരത്തിലൊരു പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അമ്മ നേരത്തെ മരിച്ചു പോയത് കൊണ്ടായിരിക്കാം, എന്തോ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷേ ഈ വ്യക്തി ആരുമായിട്ടും പ്രശ്നമുണ്ടാക്കാൻ, നിങ്ങളുമായിട്ടും പ്രശ്നമുണ്ടാക്കാൻ ഈ വ്യക്തി ആഗ്രഹിച്ചില്ല. നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിച്ചത്. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രായമായപ്പോഴായിരിക്കാം ഇതിലെ അപാകതകൾ നിങ്ങൾക്ക് മനസ്സിലായത്. അതുവരെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നിരിക്കാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഇത് എന്ത് തരം ബന്ധമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നിരിക്കാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പിന്നെ ഇവിടെ തേർഡ് പാർട്ടികൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടെ ഒരു കിങ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്. ഇതൊരു അച്ഛനാവാനാണ് വഴി. വ്യക്തിയുടെ അച്ഛനാവാം, വളരെ സ്ട്രോങ്, അല്ലെങ്കിൽ മുതിർന്ന ഒരു ജ്യേഷ്ഠനാവാം, ചേച്ചിയുടെ ഭർത്താവ്, അങ്ങനെ ഒരാൾ ഇതിനകത്തുണ്ട്.
ഈ വ്യക്തിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യൂ, അറിയില്ല. എന്തായാലും ഇതൊരു വളരെ സ്ട്രോങ് ആയ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ആളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി വളരെ ഭയത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾ കുറെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വഴിക്ക് നോക്കിയാല് ഇതൊരു വല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ വേറൊരു വഴിക്ക് നോക്കിയാല് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് വളരെയധികം സഹതാപമുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തോന്നിയാലും ഇതൊരു വൈകിയ വേളയാണ്. ഇനി അതിനുള്ള ഒരു അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതുകൊണ്ട് ഒരു ഗുണമുണ്ടോ എന്നറിയില്ല. കാരണം ഇപ്പൊ നിങ്ങളിൽ ഈ വ്യക്തി കംപ്ലീറ്റ് ഡിപ്പെൻഡ് ആയത്, നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സഹതാപം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാല് ഈ വ്യക്തിയുടെ ജീവിതം പിന്നെയും നരകമാവും. അതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. മനസ്സിലായോ? ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോ. ഓൾറൈറ്റ്, അപ്പൊ ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ റീഡിംഗ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ബാക്കി സോഡിയക് സൈൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോ ഇനി നമ്മൾ മൂന്നാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാനെ, രണ്ടാമത്തെ അതായത് എന്റെ റീഡിങ്സിൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഓൾറൈറ്റ്, മൂന്നാമത്തെ കാർഡ് കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ഓവറോൾ എനർജി പേജ് ഓഫ് സ്വേർഡ്സ് ആണ്. ഇവിടെ ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കും. ഇവിടെ സംശയമാണ് റിലേഷൻഷിപ്പിന്റെ പ്രശ്നം. മെയിൻ പ്രശ്നം ഒരു സംശയമുള്ള ഭാര്യ, ഒരു ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ്, വൈഫ്, ഒരു സംശയമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. വിശ്വാസമില്ലായ്മ, എല്ലാത്തിലും കയറി ചെക്ക് ചെയ്യുന്ന ഒരു ഇത് എന്ന് വെച്ചാല് എല്ലാം അറിയണം മറ്റേ ആൾക്ക്. ഒരു ഫോൺ വന്ന ആരാണ്, ഒരു മെസ്സേജ് വന്ന ആരുടെ മെസ്സേജാണ്. ചിലപ്പോ അവരൊന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, പക്ഷേ അതൊരു ഇറിറ്റേഷൻ ആയിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇവിടെ പേജ് ഓഫ് സ്വേർഡ്സ് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. വളരെയധികം സംശയമുണ്ട്. എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ ചീത്ത ഉദ്ദേശത്തോടു കൂടിയാണോ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന ഒരു സംശയം. അപ്പോ ഇവിടെ ടു ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക, അങ്ങനത്തെ ഒരു എനർജിയാണ് ടു ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അതിന്റെ കൂടെ 8 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ട്, പക്ഷെ എന്നാലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന, ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്ന വിചാരത്തിൽ നിൽക്കുന്ന ഒരു എനർജിയെ കാണിക്കുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇവിടെ നിന്ന് പോകണം എന്നുണ്ട് പുറത്തേക്ക്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ നോക്കാം എന്ന ഒരു മെസ്സേജ്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്താണ് എക്സ്പെക്ട് ചെയ്തത്? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എനർജി കുറച്ച് സ്റ്റിഫ് ആയ പോലെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്, നിങ്ങൾ ഭയങ്കര അംബീഷ്യസ് ആയിരുന്നു. അംബീഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആക്ഷൻ ഓറിയന്റഡ് ആണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം, ഒരു കാര്യം ചെയ്താൽ റിസൾട്ട് കിട്ടണം. അപ്പൊ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. ഞാൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയെടുക്കും, അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നൊരു എനർജിയാണ് നിങ്ങളുടെ. അതുപോലെ തന്നെ നിങ്ങള് എന്താ പറയാ, മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളല്ല. ഔട്ട് ഓഫ് ദ ബോക്സ്, തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയും. നമ്മള് മറ്റുള്ളവർ ചിന്തിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ മുമ്പോട്ട് പോകണം എന്നൊരു എനർജിയാണ് നിങ്ങളുടെ. പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ആള്, ആ വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഈ വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ 3 കാർഡ് വന്നിട്ടുണ്ട്, ഞാൻ എടുക്കുകയാണ്. ഈ വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ വ്യക്തി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഗോസിപ്പ് ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവർ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കുന്ന ഒരാളാണെന്ന് അർത്ഥം. അതാണ് ഈ വ്യക്തിക്ക് മനസ്സിൽ സംശയങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ദൈവവിശ്വാസം അധികം, വിശ്വാസക്കുറവുണ്ട്, എല്ലാത്തിലും സംശയമുള്ള ഒരു വ്യക്തിയാണ്. അതാണ് വേറൊരു പ്രശ്നം ഈ വ്യക്തിയില്. രസം എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി ഹാപ്പിനെസ്, റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നത്. എല്ലാ അറ്റ്മോസ്റ്റ് എനിക്ക് 10 ഓഫ് കപ്സ് വേണം. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ ആ വ്യക്തി അതിലേക്ക് എത്താൻ യൂസ് ചെയ്യുന്ന വഴി തെറ്റാണ്. മനസ്സിലായോ? അപ്പോ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഓവറായിട്ട് ഇടപെടുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തിയെ കാണുന്നത്. എനിക്ക് ഇത്രയും സന്തോഷം വേണം. അപ്പോ എന്റെ വ്യക്തി എനിക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നതെല്ലാം എന്റെ വ്യക്തിക്ക് ഞാൻ കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഓവറായിട്ട് നിങ്ങളുടെ ലൈഫിൽ കയറി ഇടപെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ അയാളുടെ എല്ലാവർക്കും സ്പേസ് വേണം, അല്ലെ? അപ്പൊ അയാളുടെ ആ സ്പേസിൽ കയറി നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. സ്മോദറിങ് എന്ന് പറയും. മദറിങ് ഒരു അമ്മയെ പോലെ നോക്കുക, അതിൽ ഒരു പടി മുകളിലേക്ക് പോകും. സ്മോദറിങ് എന്ന് പറയും. കാരണം ആ ഒരു മദറിങ് കെയർ ഒരു ശ്വാസം മുട്ടലായിട്ട് മാറും മറ്റേ. അതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഒരു എനർജി ആയതുകൊണ്ടാണത്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് സംശയം. നിങ്ങൾ സമ്മതിക്കുന്നില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, പക്ഷെ ഒരു തൃപ്തിയില്ല ആ വ്യക്തിക്ക് എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് വരുന്നുണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത്? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇതായിരുന്നു, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും, എനിക്ക് മുമ്പോട്ട് പോകണം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തേക്ക് കുറെ കെയറും, നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ പേഴ്സണൽ ആയ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കാറില്ല. കുറെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള സംശയങ്ങൾ, സങ്കടങ്ങളൊന്നും ആരോടും പറയാറില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ എന്റെ പ്രശ്നങ്ങൾ കാര്യമല്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് നോക്കാം എന്നൊരു ചിന്തയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത്. വളരെ നല്ല കാര്യമാണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഈ വ്യക്തി എന്താണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത്? വ്യക്തി എന്താണ് കൊണ്ടുവന്നത്? വ്യക്തി കൊണ്ടുവന്നതാണ് പ്രശ്നമായ ഒരു ടവർ റിവേഴ്സ് ആണ്. അപ്പൊ ഈ വ്യക്തി കൊണ്ടുവന്നത്, ഈ വ്യക്തിയുടെ ടവർ റിവേഴ്സും ഫോർ ഓഫ് വാൻസ് റിവേഴ്സും. ഈ വ്യക്തി ചിലപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിട്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയതായിരിക്കാം, ഒരു ഡിവോഴ്സി ആയിരിക്കാം ഈ വ്യക്തി. അപ്പൊ പേഴ്സണൽ, നമുക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പിന്നീട് അത് പോയി കഴിയുമ്പോൾ പിന്നീട് വരുന്ന റിലേഷൻഷിപ്പിലെല്ലാം നമ്മൾ അതിന്റെ അംശങ്ങൾ അന്വേഷിച്ച് നടക്കും. ഇല്ലെങ്കിലും നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കും. നമ്മളൊരു പ്രശ്നം അതാണ്. നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഒരാളാണ്. അപ്പൊ ചിലപ്പോ ഈ വ്യക്തിയുടെ ഫാമിലിയില് ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന്റെ മാരേജ് അൺസക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും അടിയായിരിക്കാം, വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കും ശുഭാപ്തി വിശ്വാസം വളരെ കുറവായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിച്ചു പോകും. അപ്പൊ എത്രത്തോളം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ ശ്രമിക്കുന്നോളും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സംശയം കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലല്ലോ, ഇത് ഓവറായിട്ട് കാണിക്കുകയാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ. നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം വ്യക്തി എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്തുന്നുണ്ട്. മനസ്സിലായോ? കാരണം ഈ വ്യക്തി കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജിയാണ്. ഇതും സക്സസ്ഫുൾ ആവില്ല. ചിലപ്പോ പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതോ ഡിവോഴ്സ് ആയോ ഒരാളാണെങ്കിൽ ആ വ്യക്തി ആ എനർജിയാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഇവളും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഇവനും അങ്ങനെ തന്നെയാണ്, ഇത് നന്നാവോ ശരിയാവോന്നില്ല, നമ്മളിത് എത്ര കണ്ടതാ എന്ന ഒരു ഇത്, അങ്ങനെ എന്നെ പറ്റിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്കും മനസ്സിലൊരു പ്രശ്നം വരുന്നുണ്ട്. സ്കോർപിയോയും ഏരീസ്, ലിയോ, സാജിറ്റേറിയസുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വ്യക്തി വളരെ നെഗറ്റീവായ എനർജിയാണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോ നിങ്ങൾ ഭയങ്കര സംശയം അതുകൊണ്ടാണ്. കാരണം ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നു, അവരുടെ ഫാമിലി, അവരുടെ വൈഫ് അങ്ങനെ ചെയ്തു, ഭർത്താവ് അങ്ങനെ ചെയ്തു, അപ്പൊ നീയും അങ്ങനെ ചെയ്യുമെന്നൊക്കെ ഒരു ടെൻഷൻ. വല്ലവരുടെയും കഥകളൊക്കെ കേട്ടിട്ട് അത് നിങ്ങളുടെ കഥകളായിട്ട് മെനഞ്ഞെടുത്ത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സംശയം. നിങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്തായാലും ഇവിടെ തേർഡ് പാർട്ടി, പുറത്തുനിന്ന് ആരുടെയെങ്കിലും
ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ വരുന്നുണ്ടോ? ഇതാണ് ഒരു കാർഡ് പറയുന്നു, ഒരു കാർഡ് പറയുന്നു. പുറത്തുള്ളവരുടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഈ വ്യക്തിയുടെ ഡൗട്ടാണ്, ഈ വ്യക്തിയുടെ പ്രശ്നമാണിത്, പുറത്തുള്ളവരുടെ അല്ല. കാരണം ഈ വ്യക്തിയും ചില കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പഴയ നമ്മൾ ഈ ഡിവോഴ്സ് ചെയ്ത ആളുകളുമായിട്ട് നമ്മൾ വിവാഹത്തിലേക്ക് പോകുമ്പോൾ നമ്മളോട് ഡിവോഴ്സ് ചെയ്ത ഈ ആള് നമ്മളോട് എങ്ങനെയാണ് മിക്കവരും പറയുക, തന്റേതല്ലാത്ത കാര്യത്താൽ ഡിവോഴ്സ് ആയ എന്നൊരു ഡയലോഗ് ഉണ്ടാവും. അത് പക്ഷേ ഇത് തന്റേതല്ലാത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തിയാണോ പ്രശ്നം, അതോ ഈ വ്യക്തിയെ ഡിവോഴ്സ് വന്ന അപ്പുറത്തുള്ള ആളാണോ പ്രശ്നം നമുക്ക് അറിയില്ല. ഈ വ്യക്തി പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും, അല്ലെ? അപ്പൊ ഈ വ്യക്തിയും കുറെ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വ്യക്തിക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ വ്യക്തി സമ്മതിക്കില്ല. അത് വ്യക്തി പറയുന്നത് ഞാൻ ക്ലീൻ ആണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. ചിലപ്പോ കഴിഞ്ഞ റിലേഷൻഷിപ്പിലെ ഭാര്യയുടെ സ്വർണം അവരറിയാതെ എടുത്ത് വിറ്റിട്ടുണ്ടാവും, അവരുടെ സ്വത്തുക്കൾ വിറ്റിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഡിവോഴ്സ് നടന്നത്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ അങ്ങനെയും നടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ വ്യക്തി കുറെ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആയിട്ട് പോന്നിട്ടുള്ള ആളാണ്. മറ്റാളുടെ പ്രശ്നം കൊണ്ടല്ല, ഈ വ്യക്തിയുടെ പ്രശ്നം കൊണ്ട് തന്നെ. അത് പക്ഷെ ഈ വ്യക്തി ആക്സെപ്റ്റ് ചെയ്യില്ല. പ്രശ്നങ്ങൾ എപ്പോഴും മറ്റേയാൾക്കാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ തേർഡ് പാർട്ടി പ്രശ്നങ്ങളൊന്നുമില്ല, ഈ വ്യക്തിയായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പൊ നിങ്ങളെ സംശയിക്കുന്നത് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള സംശയങ്ങളാണ്. പല കഥകൾ, സിനിമ കണ്ടിട്ടുള്ള സംശയം, സിനിമയിൽ അങ്ങനെയാണ് അഭിനയിക്കുന്നത്, അത് കണ്ടിട്ട് സംശയം, അടുത്ത വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ വ്യക്തിയുടെ ഓഫീസിലുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്താണ് സംഭവം, അപ്പൊ അതൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളൊരു ചിന്ത, അതൊരു ആദി, അതാണ് ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നം. മനസ്സിലായോ? ഇതാണ് Aquarius, Libra, Gemini, സ്കോർപിയോ സ്ട്രോങ് ആണ് ഇവിടെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പൊ ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നത്.